കണ്ണൂർ ചെറുപുഴയിൽ കാട്ടാനയുടെ അക്രമത്തിൽ വീട് തകർന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഒറ്റമുറി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം ആറാട്ടുകടവിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കാണിക്കാരൻ കുഞ്ഞിരാമൻ്റെ ഒറ്റമുറി വീടാണ് ആന തകർത്തത്. ഈ സമയം വീട്ടിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിരാമനെ ആന ആക്രമിച്ചെങ്കിലും കട്ടിലിൻ്റെ അടിയിലേക്ക് വീണതിനാൽ ജീവൻ രക്ഷപ്പെട്ടു. നേരത്തെ കിടന്ന് ഞാൻ അറിഞ്ഞിട്ട് ഇത് വന്ന് ഞാൻ അറിഞ്ഞിട്ടു അങ്ങനെ വെക്കുക. വീട് പൊളിച്ചിട്ടുണ്ടോ? വീട് ഒരു സൈഡ് വെട്ട നേരത്തെ പൊളിഞ്ഞു, ഒന്നും കൂടെ പൊളിഞ്ഞു. രാവിലെ നിങ്ങൾ അറിഞ്ഞതല്ലേ? രാവിലെ അറിഞ്ഞു. അപ്പോൾ കട്ടിലിൻ്റെ മുകളിൽ കുറച്ച് അരി വണിച്ച് വെച്ചു. അരി വരിക്കുന്ന പൂച്ച ഞാൻ കേട്ടു. അതുണ്ടാ മിറ്റത്ത് കൊണ്ടു കുറേ തിന്നു. 2-3 വാഴ കളഞ്ഞു. ഇതിലെ കൂടെ വന്ന് എന്നിട്ട് ഇയാൾ ഇവിടെ കിടക്കുമായിരുന്നു. ഇയാളൊന്നും അറിഞ്ഞില്ലായിരുന്നു. ആന ഇതിൽ വന്നിട്ട് ഈ തൂണിനൊക്കെ പിടിച്ചത് വലിച്ച് എന്നിട്ട് മൊത്തം ഷെഡോടെ താഴെയുണ്ട്. രാവിലെ ഞങ്ങൾ ഇതിലെ വരുമ്പോഴാണ് സംഭവം കാണുന്നത്. ഇവരെ ആളോട് ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ പിന്നെ മനസ്സിലായി ആന ഒന്ന് മൊത്തം ഫുള്ളും തകർത്തായിരുന്നു. അപ്പുറത്തെല്ലാം മൊത്തം ആന ശല്യം തന്നെ. ഇവിടെ അപ്പുറത്തെ സൈഡിലും ആരും അങ്ങനെ പോക്കില്ല. അയൽവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് അബോധാവസ്ഥയിലുള്ള കുഞ്ഞിരാമനെ കണ്ടത്. പഞ്ചിലരി എല്ലാം വലിച്ചറിഞ്ഞു. അതല്ലേ സഞ്ചി ഇയാളെ വലിച്ചാൻ തോന്നും. കട്ടില് താഴെ പോയി കട്ടിലടക്കം വലിച്ചിട്ട് അതാ അയാൾക്ക് ഇത്ര പറ്റിയത്. അയാൾക്ക് നല്ല വേനുണ്ട്. എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. നല്ല പറ്റുന്നുണ്ട്. നിങ്ങളെപ്പോഴേ സംഭവം അറിഞ്ഞേ? ഞങ്ങൾ ഇന്ന് വെളുപ്പിന് ഇവര് ചൂണ്ട കെട്ടിയിട്ടുണ്ടായി. അന്നേരം ചൂണ്ട അന്നേരം വന്ന് നോക്കാൻ വരുമ്പോൾ ഇതിലെല്ലാം ആന പയച്ചിട്ട് കണ്ടു. അന്നേരം വന്ന് നോക്കുമ്പോൾ ഇയാൾ അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ഞങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഓടി വന്നു. വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങൾ ആന നശിപ്പിക്കുകയും അരിയും മറ്റ് സാധനങ്ങളും എടുത്തു കഴിക്കുകയും ബാക്കി നശിപ്പിച്ചു കളയുകയും ചെയ്തു. കുഞ്ഞിരാമനെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീട്ടിൽ കുഞ്ഞിരാമൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കർണാടക വനത്തിനും കാര്യങ്കോട് പുഴയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് ആറാട്ടുകടവ്. ഇവിടെ താമസിക്കുന്ന 11 കുടുംബങ്ങൾക്ക് പുനരധിവാസ പദ്ധതി പ്രകാരം പെരിങ്ങോത്ത് വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ വൈകുന്നതിനാൽ വീടുകൾ കൈമാറിയിട്ടില്ല. കർണാടക വനത്തിൽ നിന്നാണ് ആനകൾ കൂട്ടമായി പ്രദേശത്തേക്ക് ഇറങ്ങുന്നത്. കാര്യങ്കോട് പുഴ കരകവിഞ്ഞതോടെ ഈ പ്രദേശത്തുള്ളവർ തീർത്തും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.